നമുക്കറിയാം വയനാട് എന്ന് പറയുന്നത് ഒരു തോട്ടം മേഖലയാണ്. ഒരുപാട് എസ്റ്റേറ്റുകളും മറ്റുമൊക്കെയുള്ള മേഖലയാണ്. അവിടെ നമ്മുടെ നാട്ടുകാർ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറം നാട്ടിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളായ ഒരുപാട് മനുഷ്യർ അവിടെ ജോലി ചെയ്ത് ജീവിതം പുലർത്തുന്നുണ്ട്. ഈ ചൂരൽമലയും അതുപോലെ തന്നെ ഒരു ഇടമായിരുന്നു. അവിടുത്തെ തേയിലത്തോട്ടങ്ങളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ ഒരുപാട് അതിഥി തൊഴിലാളികൾ ജോലിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ദുരന്തം അവരെയും ബാധിച്ചു. പക്ഷേ നമ്മുടെ ആളുകളെന്നോ പുറത്തുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നതാണ് ഈ ദുരന്തത്തിനിടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് അവരെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം സ്വന്തം നാട്ടിൽ ഒരിക്കൽ പോലും അത്തരത്തിലൊരു പരിഗണന കിട്ടാത്ത മനുഷ്യരാണ് അവരൊക്കെ. നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് മനുഷ്യരോട്, മനുഷ്യജീവനോട് ഒരു ഭരണ സംവിധാനത്തിന് ഇത്രയധികം പരിഗണനയുണ്ടോ, ഇത്രയധികം അനുകമ്പയുണ്ടോ എന്നൊക്കെ അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ജീവനം തേടിയാണ് അവർ കേരളത്തിലേക്ക് വന്നത്. അത്തരത്തിൽ ചൂരൽമലയിലെത്തിയ മനുഷ്യർ ഈ അപകടത്തെ തുടർന്ന് അവരുടെ നാടുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നാണ് അവർ നാടുകളിലേക്ക് മടങ്ങിപ്പോയി തുടങ്ങിയിരിക്കുന്നത്. വിവിധ ക്യാമ്പുകളിൽ നിന്ന് പ്രത്യേകം ഏർപ്പെടുത്തിയ KSRTC ബസ്സുകളിൽ കോഴിക്കോട്ടേക്കും അവിടെ നിന്ന് ട്രെയിൻ മാർഗവും അവർ നാടുകളിലേക്ക് പോകും. ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ് അതിൽ പലരും. തൊട്ടരികിലെ മഹാദുരന്തം കണ്ട ഞെട്ടൽ മാറിയിട്ടില്ല. ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ ഇന്നില്ല. ഒപ്പമുള്ളവരെ പലരെയും നഷ്ടമായി. പഴയ സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. എങ്കിലും തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാണ് മടക്കം. ഒന്നിനും കുറവില്ലാതെ നോക്കിയ റിപ്പൺ സ്കൂളിലെ ക്യാമ്പ് അധികൃതരോട് നന്ദി പറഞ്ഞ് ആദ്യ സംഘം നാട്ടിലേക്ക് മടങ്ങുകയാണ്. HML റാണിമല തേയിലത്തോട്ടങ്ങളിൽ നിന്നുള്ളവരെയാണ് ഈ സ്കൂളിലേക്ക് എത്തിച്ചത്. മധ്യപ്രദേശിലേക്കും രാജസ്ഥാനിലേക്കുമായാണ് 88 പേർ ഇപ്പോൾ മടങ്ങുന്നത്. വരും തന്നെ പറയണേ, അവരെന്തായാലും തീർച്ചയായും വരും എന്നാ പറയുന്നത്. എല്ലാം കൊണ്ട് സൗകര്യം കാണാൻ, പിന്നെ ഉറങ്ങാനും കുടിക്കാനും എല്ലാത്തിനും സൗകര്യം ഉണ്ടായി എന്നാ പറയുന്നത്. എല്ലാം കൊണ്ടും വളരെ സുഖാന്നാ പറഞ്ഞത്. അതെ, അതാണ് നമ്മൾ കൈയടിച്ച് അവരെ പറഞ്ഞാൽ കൈയടിച്ചിട്ട് നമുക്ക് അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും ചെയ്യണം. അതാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു അവർ ഇതിന്റെ ഒരു ആഘാതമൊക്കെ കഴിഞ്ഞ് അവർക്കിതൊരു വല്ലാത്ത വേദനിക്കുന്ന അനുഭവമാണ് ഈ ദുരന്തമെങ്കിലും. പക്ഷേ ആ ദുരന്തത്തിന് ശേഷം അവർക്ക് ഏറ്റവും നന്നായിട്ടുള്ള പരിഗണന, അവരുടെ പരിചരണം, അവരുടെ താമസം, അവരുടെ ഭക്ഷണം, അതെല്ലാം തന്നെ ഒരു പരിഭാഷകൻ ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്. അശാന്തമായ പുഴയടങ്ങി ജീവിതങ്ങൾ തകർക്കുമ്പോൾ ഇവിടേക്ക് എത്തുമെന്ന് കൈവീശി അവർ മടങ്ങുകയാണ്. ചൂരൽമലയുടെ പരിചിത ദേശങ്ങളുടെ ഓർമ്മയിൽ വേദനിച്ചും. ക്യാമറമാൻ ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് KR, കൈരളി ന്യൂസ്, വയനാട്.